ഈ പലതരത്തിലുള്ള സംവരണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഒരു വിഭാഗത്തിന് മാത്രമേ ചില സംവരണങ്ങളുള്ളൂ. അതില് നമ്മള് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, മൂവാറ്റുപുഴയിൽ ഒരു ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഈ ജിഹാദി സംവരണവും ഈ ബസ് സ്റ്റാൻഡും ഒക്കെ തമ്മിലുള്ള ബന്ധം? നമ്മൾ മൂവാറ്റുപുഴയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട്. ആ പാലം കഴിഞ്ഞ് മൂവാറ്റുപുഴ 6 കഴിഞ്ഞിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അത് എല്ലാ വിവാദമായ ബസ് സ്റ്റോപ്പ് കൂടി ഓൾറെഡി. എന്തിനാണ് ഇങ്ങനെ മുകളിലേക്ക് തുറന്ന ബസ് സ്റ്റോപ്പ്? കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ കുട നമ്മൾ കാറ്റത്ത് പിടിക്കുന്ന കുട പോലെ ഇരിക്കും ബസ് സ്റ്റോപ്പ്. ശരിക്കും ആ ബസ് സ്റ്റോപ്പ് കൊണ്ട് എന്താ ഉപകാരം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് നമ്മൾ നോക്കുമ്പോൾ സാധാ ഒരു ബസ് സ്റ്റോപ്പ് പ്ലാൻ അനുസരിച്ച് വരയ്ക്കുന്നു. മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഏതോ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ പ്ലാൻ അനുസരിച്ച് വരയ്ക്കുന്നു, ചെയ്യുന്നു അവിടെ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതവിഭാഗത്തിന്റെ മാത്രം വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട് ബസ് സ്റ്റാൻഡ്. കേരളം ആയതുകൊണ്ട് അങ്ങനെയേ ഉള്ളൂ ബസ് സ്റ്റാൻഡുകൾ. ഇപ്പോ കേരളത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറി മാറി ഭരിക്കുന്ന 2 പാർട്ടികളും 3 കാര്യങ്ങൾക്കാണ് ഒന്നിച്ചു നിന്നേക്കുന്നത്. പ്രത്യേകിച്ച് നിയമസഭയില് പ്രമേയം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് വേണ്ടി മാത്രം 3 പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 1 മെഡിക്കൽ കോളേജ്, ഈ പ്രത്യേക മതവിഭാഗക്കാർക്ക് വേണ്ടി മാത്രമായിട്ടൊരു മെഡിക്കൽ കോളേജ്. പിന്നെ ഇന്ത്യ മൊത്തം കത്തിയ CAAക്ക് വേണ്ടിയിട്ട്. രണ്ടാമത് ഒരു പ്രത്യേക മതത്തിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു നമുക്ക് കേരളത്തില്. ആ നേതാവ് ഇപ്പൊ കേരളത്തിലുണ്ട്. ആ നേതാവിന്റെ ചികിത്സാ സഹായം മറ്റാരുമല്ല, മദനിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ മതക്കാർക്ക് മാത്രമായിട്ടാണ് ഇവിടെ 2 കൂട്ടരും ഒന്നിച്ചേക്കുന്നത്. ഇപ്പൊ വേറൊരു പാർട്ടിയിൽ ഒരു നേതാവ് വന്നെന്ന് കൂട്ട്. വേറെ ഇപ്പൊ നമ്മൾ പറയുന്നത് സന്ദീപ് വാര്യര് ഇവിടുന്ന് പോയത് എങ്ങോട്ടേക്കാണ്? കോൺഗ്രസിലേക്ക്. പക്ഷെ കോൺഗ്രസിൽ പോയിട്ട് പുള്ളി എന്താ ചെയ്തേ? മുസ്ലിം ലീഗിലെ നേതാക്കളെ കാണാൻ. അപ്പൊ ഒരു കാര്യം, സ്നേഹത്തിന്റെ കട ആരുടെയാ? കോൺഗ്രസിന്റെ. അപ്പൊ ഈ ചത്ത കുതിര എന്ന് പറഞ്ഞ ആരായിരുന്നു? നെഹ്റു. അതായത് സ്നേഹത്തിന്റെ കടയുടെ നേതാവായ നെഹ്റുവിന്റെ നെഹ്റു വിളിച്ചത് ചത്ത കുതിര എന്നാണ് ഈ മുസ്ലിം ലീഗിനെ വിളിച്ചത്. ആ കടയെ അങ്ങനെ പറഞ്ഞൊരു നേതാവിനെ കാണാനാണ് പോയത്. പക്ഷെ പുള്ളിക്ക് ബുദ്ധിയുണ്ട്. ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് കോൺഗ്രസിന്റെ രീതികളെല്ലാം അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മകന്. അപ്പൊ മകൻ എന്ത് ചെയ്തു? അത് മനസ്സിലാക്കി കാര്യമുള്ളൂ എന്ന് അറിയാം. അപ്പൊ ഇവിടെ കോൺഗ്രസിൽ പോയിട്ട് പുള്ളി ആരെ കാണും? ശരിക്കും പറഞ്ഞ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയെങ്കിൽ ഡൽഹി പോയി രാഹുൽ ഗാന്ധി, വയനാട്ടിൽ ഇല്ലെങ്കിൽ പോലും വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധിയെ കാണണം. തലമൂത്ത സോണിയ ഇവരെയൊക്കെ കാണണ്ടേ? ഇവരൊക്കെ കാണണമെങ്കിൽ ആദ്യം ഇവരെ ആരെയും കണ്ടില്ല. പോട്ടെ, ഇയാളിരിക്കുകയാണെങ്കിലും നേതാവുണ്ട് ഒരു ആന്റണി. അദ്ദേഹത്തിനെ പോയി കണ്ടിട്ടേ ഇല്ല. കാരണം ഏകദേശം ഒരു പാർട്ടിയിൽ മകനുള്ളപ്പോ സ്വാഭാവികമായിട്ടും മകനുമായിട്ടൊരു ബന്ധം വെച്ചെങ്കിൽ അച്ഛനെ ഒന്ന് പോയി കാണാൻ അതുപോലും ചെയ്തിട്ടില്ല. പുള്ളിക്ക് മനസ്സിലായി എവിടെ പോണം, എവിടെ പിടിക്കണം എന്നറിയാം. അവിടെ കുശനെങ്കിലും കിട്ടണം. അതെ, അതുകൊണ്ട് പുള്ളി നേരെ എന്ത് ചെയ്തു? മുസ്ലിം ലീഗിലെ നേതാക്കളെ അത് കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഒരു കറക്കം കഴിഞ്ഞ് അവരുടെ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോയി കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടാണ് പുള്ളി. അപ്പൊ പുള്ളിക്കറിയാം എവിടെ വേണമെന്ന്. അപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെയുള്ളത് LDF. LDFിൽ ഇത് തന്നെയല്ലേ അവസ്ഥ. അവരാർക്ക് പ്രാമുഖ്യം കൊടുക്കണേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സഖാക്കളുടെ പാർട്ടിയിൽ ഈ പറയുന്ന മതവിഭാഗക്കാർ കയറരുത്. കാരണം അവരുടെ ചൈന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ കൂടുന്നതനുസരിച്ച് അവരുടെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യം അവിടെ. ചൈനയുടെ അവസ്ഥ, ചൈന തുറന്നു പറയാൻ തയ്യാറായ ഒരു രാജ്യമാണ് അക്കാര്യത്തിൽ. അങ്ങനെ പോകുന്ന ചൈനയെ വിശ്വസിച്ച് ചങ്കിലെ ചൈനയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാര് അവരും നോക്കുന്നത് ഈ പ്രത്യേക മതവിഭാഗക്കാരെ മാത്രമാണ്. അവരൊന്നിച്ച് 3 കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഈ കേരളത്തില് ഇതിനു മുമ്പ് ഭരിച്ചവരൊക്കെ ആർക്ക് വേണ്ടി നിന്നേക്കുന്നത്? ഈ ഒരൊറ്റ മതവിഭാഗക്കാർക്ക് വേണ്ടിയാണ് കേരളത്തിൽ ഇന്നോളമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും നിൽക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിലനിൽപ്പ് രാഷ്ട്രീയമാണ്. അതായത് സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനും എല്ലാവിധ സുഖലോഭയിലൂടെ ജീവിക്കാനും വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന മതവിഭാഗക്കാരുടെ ആനുകൂല്യങ്ങൾ പറ്റിയെടുക്കുക. പിന്നെ നമ്മളിപ്പോ അടുത്തിടയ്ക്ക് ഒരു മലപ്പുറത്ത്
ഒരു കുട്ടിയുടെ മരണം ഓർമ്മയുണ്ട്? ഷഹവാസ്. ഷഹവാസിന്റെ മരണത്തെ കുറിച്ച് എന്താ പറയണത്? കോഴിക്കോട് താമരശ്ശേരി നടന്നത് മറ്റേ കൂട്ടുകാർ തമ്മിലുള്ള അടിപിടി കേസിൽ അവനെ അടിപിടിയിൽ ആ കൊച്ചിനെ തല്ലിക്കൊന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താ? പ്രൈവറ്റ് കോളേജില് പിന്നെ പരിപാടി നടന്നു. ഇത്രയും പ്രൈവറ്റ് കോളേജ് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രൈവറ്റ് കോളേജുകൾ നിർത്തലാക്കിയിട്ട് അവിടെ വേറെ കോളേജ്, അതായത് ഈ പ്രൈവറ്റ് കോളേജുകളിലും അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു സ്കൂളുകളിലും ഏറ്റവും കൂടുതൽ സംവരണമുള്ള സ്കൂളുകൾ നോക്കുക. മനസ്സിലായി. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് പരിപോഷിപ്പിച്ചു വെക്കുമായിരുന്നു. നമ്മൾ ഓൺലൈൻ മീഡിയ മൊത്തം അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് ഉദ്ദേശിച്ച് ലാസ്റ്റ് വന്ന സ്റ്റേജിലേക്ക് വരുമ്പോ സീറ്റ് ഇല്ലാണ്ട് പോകുന്നു. അപ്പൊ ആ കുട്ടികൾക്ക് സീറ്റ് അവിടെ വേണം. സീറ്റിന് എന്ത് വേണം? കൂടുതൽ സ്കൂളുകൾ അവിടെ അനുവദിക്കണം. അപ്പൊ ഈ സ്കൂളുകൾക്ക് ആരായിരിക്കും കൊടുക്കുക? സർക്കാർ. അപ്പൊ അത് അവിടെ നമ്മൾ രണ്ടുപേരും അവിടെ ഒരു പ്രമേയമുണ്ട്. അത് പുറത്തു വരാത്തൊരു പ്രമേയാന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മലപ്പുറം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലും അല്ലെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിലെല്ലാം ഈ പറയുന്ന സ്കൂളുകൾ ഇനി കൂടുന്നു. ഈ പറയുന്നവരാണ് അവിടെ കൂടുതൽ. അവരുടെ സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകൾ അവിടെ ഉണ്ട്. ആ സ്കൂളുകളിൽ സീറ്റുകൾ കൂടുന്നതാണ്. അപ്പൊ പ്രത്യേക മതവിഭാഗർക്ക് വേണ്ടി ഇവിടെ കേരളം അക്കാര്യത്തിൽ ഭയങ്കര ഒത്തൊരുമയാണ്. പ്രത്യേക മതവിഭാഗക്കാർക്ക് വേണ്ടി LDF UDF ഒന്നായിക്കൊണ്ട് മുന്നേറുന്നത്. ഇവരാരും ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഇവരാരും നിൽക്കില്ല. ഒരു ഹിന്ദുക്കൾക്കല്ല, ഒരു ക്രിസ്ത്യാനി ഇപ്പൊ പറയുവാണെ ഒന്ന് നമ്മൾ കൂട്ടുവാണെങ്കിൽ UDF അല്ല യാക്കോബ LDF അങ്ങ് കൊണ്ടുപോയി. അതെ, മാർത്തോമക്കാരെ UDF കൊണ്ടുപോയി. ഇത് രണ്ടുപേരും കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? എന്നിട്ട് ആരെങ്കിലും ഈ ഇവിടത്തെ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് ഈ നിയമത്തിനെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചോ? ഇല്ല. ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടിയും ഈ രണ്ട് പാർട്ടിക്കാരും ഇവിടെ വായനക്കൂല. അതിന് BJP വേണ്ടി വന്നു, അല്ലെങ്കിൽ PC ജോർജും അല്ലെങ്കിൽ ഷോണിനെ പോലുള്ളവർ മുന്നോട്ട് വന്നു. അല്ലാണ്ട് ഇവിടെ ഈ ഒരു ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ വേണ്ടി ഇവിടെ ഒരു നേതാവും ഒന്നും വേണ്ടില്ല. അതെ. ഇപ്പം നിലവിലുള്ള KT ജലീൽ എന്നെ തുറന്നു പറഞ്ഞൊരു സത്യമുണ്ട്. സിമിയുടെ നേതാവായിരുന്നോട് ആലോചിക്കണേ. അങ്ങനെ, അതായത് മതം മാത്രം പഠിപ്പിച്ച് മതത്തിലെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്ന ഒരു സഖാവായ മുസ്ലിം നേതാവ്, മുസ്ലിം സഖാവ് എന്ന് തന്നെ പറയാം. അപ്പൊ ഹിന്ദു സഖാവ് എന്ന് പറയാൻ നമുക്ക് മുസ്ലിം സഖാവ് എന്നും കൂടെ പറയാം. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ മുസ്ലിം സഖാവ് പറയും നമ്മുടെ മദ്രസകളിലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ 80% ലഹരികൾ. എന്തുകൊണ്ട് ഹിന്ദു കുട്ടികൾ അങ്ങനെ വരുന്നില്ല? ഇതില് ഹിന്ദുക്കളുടെ ആളുകൾ, ഹിന്ദുക്കൾ എങ്ങനെയാണ് കുട്ടികൾ, അതായത് മതത്തിനെ കുറിച്ച് അധികം വലിയ വിവരമില്ലാത്തതാണ് ഹിന്ദു കുട്ടികൾ. അപ്പൊ എന്നിട്ട് പോലും അവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവർ മറ്റുള്ളവരോട് പെരുമാറുന്നു നോക്കും. നമ്മുടെ ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ, അത് ശ്രദ്ധിക്കണം എന്ന് പുള്ളി നോട്ട് ചെയ്ത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഈ എല്ലാ പാർട്ടികളിലും ഉള്ള ഇവരുടെ ഈ തോന്നിവാസം, ഞാൻ ഈ പറഞ്ഞ മൂവാറ്റുപുഴയിലേക്ക് തന്നെ ഒന്നുകൂടി വരുവാണ്. നിങ്ങൾ ഈ പറഞ്ഞ ശ്രദ്ധിച്ചോ. അതുപോലെ ഈ ബസ് സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചും ജിഹാദിസം വളരെ നന്നായിട്ട് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്.